ശ്രീ പ്രേംകുമാർ, ഒരു രാഹുൽ ഈശ്വറോ അല്ലെങ്കിൽ ഒരു സൈബർ ടീമോ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിലുപരി കേരളത്തിൽ വളർന്നു വരുന്ന ഒരു പൊതുബോധം എന്ന് പറയുന്നത് ആശങ്കപ്പെടുത്തുന്നുണ്ടോ? ഇപ്പോൾ ബുധനാഴ്ച രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി വാദം കേൾക്കുകയാണ്. കോടതി നിയമപരമായ കാര്യങ്ങളാണ് നോക്കുക. 8-ാം തീയതി ദിലീപിന്റെ കേസിൽ വിധി വിചാരണ കോടതിയിൽ നിന്ന് വിധി വരികയാണ്. എന്താണ് വിധി? ഈ രണ്ട് കേസിലെയും വിധി ഒന്നും നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല. പക്ഷേ സമൂഹം ആ വിഷയങ്ങളെ, ഇത്തരം വിഷയങ്ങളെ കാണുന്ന ഒരു പുതിയ സമീപനം ആശങ്ക ഉണ്ടാക്കുന്നതാണോ? ഇപ്പോൾ ഉള്ള പൊതുബോധം എന്ന് പറയുന്നത് കരണീയമാണോ? അല്ല, ആ കാര്യത്തിൽ ഞാൻ എന്താ പറയുക, പോസിറ്റീവായ ആറ്റിറ്റ്യൂഡുള്ള ആളാണ്. എന്താ വെച്ചാൽ പുതിയ കുട്ടികൾ, പെൺകുട്ടികൾ പ്രത്യേകിച്ചും സ്ത്രീകൾ പ്രത്യേകിച്ചും അവരോട് ചേർന്ന് നിൽക്കുന്ന മനുഷ്യന്മാരെ പ്രത്യേകിച്ചും ഇത്തരം കാര്യങ്ങളിൽ വളരെ അവെയറാണ്. നിങ്ങൾ ഈ പറയുന്ന കേസിലെ ദിലീപ് കോടിക്കണക്കിന് രൂപ കോടതികളിലും PR-ലും ചെലവാക്കിയിട്ടും അഭിലാഷും എനിക്കും ഈ ചർച്ച കേൾക്കുന്ന മുഴുവൻ ആളുകൾക്കും അറിയാം, അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ഒരൊറ്റ പടം പോലും നിലം തൊട്ടിട്ടില്ല. ഒരൊറ്റ കുടുംബങ്ങൾ അദ്ദേഹത്തിന്റെ സിനിമയ്ക്ക് കയറുന്ന ശീലമുണ്ടായിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ റിനിയോട് പറഞ്ഞു എന്ന് പറഞ്ഞ് റിനി പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇവൻ എല്ലാ പെൺകുട്ടികളോടും ഇങ്ങനെ സെക്സിന് വേണ്ടി ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞപ്പോൾ ഫ്രണ്ടായ റിനി പറഞ്ഞു, നിനക്ക് വലിയ രാഷ്ട്രീയ ഭാവി ഉള്ളതാണ്, നീ ഇങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞപ്പോൾ രാഹുൽ തിരിച്ചൊരു ചോദ്യം ചോദിച്ചു എന്നാണ് പറയണത്. സെക്ഷൽ കേസിൽ പെട്ടിട്ടുള്ള ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ ഭാവി അടഞ്ഞുപോയി എന്ന് നീ കണ്ടിട്ടുണ്ടോ എന്ന്. ആരെയൊക്കെയാണ് അദ്ദേഹം കേരളത്തിലെ കേസിൽ ഉദ്ദേശിച്ചത് നമുക്കറിയില്ല. ആരെയായിരുന്നാലും അത് ശരിയുമല്ല, അത് ശരിയല്ല എന്നുള്ളതാണ്. ഒരു 10-20 വർഷം മുമ്പ് നടന്നിട്ടുണ്ടാകും. പക്ഷേ വർത്തമാനകാല കേരള സൊസൈറ്റി ഇത്തരത്തിലുള്ള മനുഷ്യന്മാരെ അംഗീകരിക്കുന്നില്ല. പക്ഷെ അത് മനസ്സിലായതുകൊണ്ട് തന്നെ രാഹുൽ ഈശ്വറിനെ പോലെയുള്ള പെർവേർട്ടുകൾ, കൊട്ടേഷൻ എടുക്കുന്ന പെർവേർട്ടുകൾ വളരെ സജീവമായിട്ട് നോക്കൂ. നിങ്ങൾ അയാൾ ഏതൊക്കെ കേസാണ് എടുക്കുന്നത് എന്നുള്ളത്. ബസ്സിൽ വെച്ച് ഒരു പെൺകുട്ടിയെ ലൈംഗിക ആക്രമണത്തിന് വിധേയമാക്കിയ എന്താ സംവാദം എന്ന് പറഞ്ഞ കക്ഷിയെ സ്വീകരിക്കാൻ വേണ്ടി ചെന്ന കക്ഷിയാണ് ഈ രാഹുൽ ഈശ്വർ. സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം ഒരു TV ഷോയിൽ പങ്കെടുത്ത സമയത്ത് ഉണ്ടായ സീനുകൾ എന്തായാലും നമുക്കറിയാം. രാഹുൽ ഈശ്വർ മലയാള ടെലിവിഷനിൽ ആദ്യം വന്നത് എപ്പോഴാണെന്ന് നമുക്കറിയാം. ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന കണ്ഠരര് രാജീവര് എന്ന് പറഞ്ഞ ചങ്ങാതി കൊച്ചിയിലെ ഒരു ഫ്ലാറ്റിൽ വെച്ച് വളരെ ഇളയച്ചനോ അമ്മായപ്പനോ മോഹനരെ ഒക്കെ ഒരു മഹാവൃത്തികെട്ട കക്ഷിയെ പിടിച്ച സമയത്താണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഇയാൾ ആദ്യം ടെലിവിഷൻ ചർച്ചയ്ക്ക് വരുന്നത്. അതിനുശേഷം ആ മനുഷ്യനെടുക്കുന്ന കൊട്ടേഷൻ എല്ലാം ഇങ്ങനെയാണ്. ഇത്തരത്തിലുള്ള ആളുകൾക്ക് മാർക്കറ്റ് കൂടുന്നുണ്ട്. കാരണം തൻ്റെ നേരെ ആക്രമിക്കാൻ വരുന്ന പുരുഷന്മാർക്കെതിരെ, പ്രിഡേറ്റേഴ്സിനെതിരെ സംസാരിക്കാൻ, വിരൽ ചൂണ്ടാൻ പുതിയ കാലത്തെ കുട്ടികൾ തയ്യാറാവുമ്പം അപ്പുറത്തെ ഭാഗം ശക്തമാവുന്നുണ്ടെന്നാണ്. അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രചരണത്തിന് വേണ്ടി സിനിമാ നടിമാരിറങ്ങുന്നത്. അവരുടെ എന്താ പറയുക, ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ഭയങ്കര റീച്ച് ഉണ്ടാകുന്നു. പക്ഷേ ഇത് നിലനിൽക്കില്ല അഭിലാഷ്. അതാ ഞാൻ പറയുന്നത്, കേരള സൊസൈറ്റിയിലല്ല, ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കില്ല. ശ്രീകുമാർ മനയിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോടും യോജിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ, ഈ കാര്യത്തിൽ ഇനി കോൺഗ്രസിന് ഒന്നും ചെയ്യാനില്ല എന്ന് പറയുന്നത് ഭയങ്കര അബദ്ധമാണ്. കാരണം കെ സുധാകരൻ പ്രസിഡന്റ് ആയതിനു ശേഷം ചുരുങ്ങിയത് 500 പേരെയെങ്കിലും കോൺഗ്രസ് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഏതെങ്കിലും സസ്പെൻഡ് ചെയ്യപ്പെട്ട കോൺഗ്രസ്സുകാരൻ അതിനുശേഷം കോൺഗ്രസിന്റെ ഒരു പരിപാടിക്ക് പങ്കെടുക്കുന്നതോ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തുന്നതോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മാത്രം അത് ചെയ്തിട്ടുണ്ട്. VK ശ്രീകണ്ഠൻ പാലക്കാട് MP ആണ് പറയുന്നത് അദ്ദേഹം ഇപ്പോൾ കോൺഗ്രസ്സുകാരനാണ്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ്, എനിക്ക് 2 കാലിൽ നടക്കാൻ പറ്റുന്ന കാലത്തോളം ഞാൻ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന്. അങ്ങനെ ഒരു സീനുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിൽ മാത്രം. അദ്ദേഹത്തെ പുറത്താക്കി എന്ന് പറയാനല്ലാതെ VD സതീശനും രമേശ് ചെന്നിത്തലയും K മുരളീധരനും ഷാനിമോൾ ഉസ്മാനും ഉമാ തോമസും പിന്നെ കുറെ പേരുകൾ നമുക്കറിയാം. അവരൊഴികെയുള്ള ഭാഗത്തിന്റെ മൗന സമ്മതത്തോടെ അയാൾ അവിടെ തന്നെ തുടരുകയായിരുന്നു. ഏതെങ്കിലും തരത്തിൽ ഇത് ഒതുക്കാൻ പറ്റിയാൽ ഒതുക്കിയെടുക്കാമെന്നുള്ള ഭാവത്തോടെ അദ്ദേഹത്തെ അവിടെ നിർത്തുക തന്നെയായിരുന്നു. ഒന്നാമത് എന്താ വെച്ചാൽ ഇയാളൊരു സെക്ഷൽ പ്രിഡേറ്റർ മാത്രമല്ല, സെക്ഷൽ കാനിബോളാണ്. സെക്ഷൽ ഇന്റർകോഴ്സിന് ശേഷം ഇരയെ കൊന്നു തിന്നുന്ന സ്വഭാവമാണ്. കാരണം ആ മുന്നേ വന്ന വോയിസിൽ പറയേണ്ട ഒരു കുട്ടി പ്രേമിച്ചു, ഹോട്ടൽ റിസപ്ഷനിൽ കൊണ്ടുവന്നു, റൂമിലേക്ക് കൊണ്ടുവന്നു, സെക്സ് ചെയ്യുന്നു. അവിടെ വെച്ച് പറയാണ്, നിന്നെ ഞാൻ വിവാഹം കഴിക്കില്ല ഇതുവരെ പറഞ്ഞതുപോലെ. ആ കുട്ടി അവിടെ വെച്ച് പൊട്ടി തകരുകയാണ്, കരയുകയാണ്. അതുകൂടെ ആസ്വദിക്കുകയാണ് ഈ ചങ്ങാതി. നീ ഗർഭിണിയായാലേ എൻ്റെ അമ്മ നിന്നെ കല്യാണം കഴിക്കാൻ സമ്മതിക്കൂ എന്നാണ് ഈ ഇരയോട് പറയുന്നത്. എന്നിട്ട് അവൾ ഗർഭിണി ആയതിനു ശേഷം പറയുന്നത് കംപ്ലീറ്റ് ഡിസോണിയാണ്. എന്നിട്ട് അവളുടെ ഫാമിലിയുടെയും ട്രോമ ഈ മനുഷ്യൻ എൻജോയ് ചെയ്യാണ്. അതാണ് ഇതുവരെ കേരളം കണ്ടിട്ടില്ലാത്ത, നമ്മൾ പരസ്യമായിട്ട് കണ്ടിട്ടില്ലാത്ത, ഗോവിന്ദച്ചാമിയിൽ പോലും കാണാത്ത തരത്തിലുള്ള മനോവൈകൃതത്തിന്റെ ഉടമയാണ് ഈ മനുഷ്യൻ. ഇത് ചുരുങ്ങിയൊരു 10 കൊല്ലമെങ്കിലുമായിട്ട്
കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കന്മാർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇതിനെപ്പറ്റി ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റ് എഴുതിയ സമയത്ത് കോൺഗ്രസിലെ വളരെ ഉന്നതരായ നേതാക്കൾ നേരിട്ടും അവരുടെ ഒരു ഫ്രണ്ട് ത്രൂവും എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങളോട് നമുക്കൊന്നും ദേഷ്യം ഉണ്ടാവുന്നു ഒന്നും വിചാരിക്കേണ്ട, ഞങ്ങൾക്ക് അറിയുന്ന കാര്യമായിരുന്നു. ഒരാളെങ്കിൽ ഒരാൾ ഇത് പറഞ്ഞുവല്ലോ എന്നുള്ളത് ശ്രീകുമാർ മനയിലും അറിയാമത്. എന്നിട്ട് അവർക്ക് ഇത് എതിർക്കാൻ പറ്റാതിരുന്നത് അവരുടെ തലയിലുള്ള ഭാണ്ഡക്കെട്ട് തന്നെയാണ്. അവരുടെ അലമാരയിലുള്ള എന്താ പറയുക, സ്കെലിറ്റൻ ഇൻ ദ കബോർഡ് എന്ന് പറയില്ലേ, അവരുടെ അലമാരയിലുള്ള അസ്ഥികൂടങ്ങൾ തന്നെയാണ് ഇതിന് കാരണം. ഇപ്പോഴും അയാളെ നിയന്ത്രിക്കാൻ പറ്റാത്ത അതുകൊണ്ട് തന്നെയാണ് സൈബർ വെട്ടുകിളി കൂട്ടങ്ങളെ അവർ ഭയക്കുന്നത്. ഞാനോ ശ്രീകുമാർ മനയിലോ ഭയക്കാത്തത്, അഭിലാഷോ ഭയക്കാത്തത്, കെ സുധാകരൻ ഭയക്കുന്നത് അവരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഈ ചങ്ങാതിയുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് പ്രശ്നം. രാഹുൽ എന്ന് പറഞ്ഞിട്ട് BJPയുടെ പോസ്റ്റ് ഷെയർ ചെയ്ത വക്കീലാണ് ഇയാൾക്ക് വേണ്ടി വക്കാലത്ത് കൊടുത്തത്. കേരളത്തിൽ ഇന്നേ വരെ ഒരൊറ്റ CPMകാരനും ഒരൊറ്റ കോൺഗ്രസ് വിരുദ്ധനും രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ രാഹുൽ ഗാന്ധിയെ കണക്ട് ചെയ്തൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല, പറയില്ല. ശ്രീകുമാർ മനയിൽ പറയുന്നുണ്ടല്ലോ CPM രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ളത്. രാഹുൽ ഗാന്ധിയുമായി കണക്ട് ചെയ്ത് പറയില്ല, പ്രിയങ്ക ഗാന്ധിയുമായി കണക്ട് ചെയ്ത് പറയില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ റേപ്പ് എന്നുള്ളത് രാഹുൽ ഗാന്ധിയുമായി കണക്ട് ചെയ്ത് പോസ്റ്റ് ഷെയർ ചെയ്ത വക്കീലിനാണ് ഇയാൾ വക്കാലത്ത് കൊടുത്തിരിക്കുന്നത്. കോൺഗ്രസിന് എത്ര ഡസൻ കണക്കിന് സീനിയർ വക്കീൽമാർ കേരളത്തിലുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ കൊടുക്കുന്നത്? എന്നിട്ട് ആ അപ്പീലാണ് പറയുന്നത് BJPയും CPM തമ്മിലുള്ള ബാന്ധവാണെന്നുള്ളത്. അപ്പൊ ഇത് അതിഭീകരമായിട്ടുള്ള അതിഭീകരമായിട്ടുള്ള സാമ്പത്തിക ക്രിമിനൽ നെറ്റ്വർക്കുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇയാൾ കോൺഗ്രസിനുള്ളിലുള്ളിടത്തോളം കാലം, ഇപ്പോൾ ഉള്ളിലാണുള്ളത്, അയാൾ കോൺഗ്രസിന്റെ അന്തകനാവുകയാണ് ചെയ്യുക. കേരളത്തിലെ കോൺഗ്രസ് ഇനിയും ക്ഷയിക്കുക എന്നുള്ളത് ഒരു കാരണവശാലും ആശാസ്യമായ നല്ല കാര്യമല്ല. അന്ന് VD സതീശനും രമേശ് ചെന്നിത്തലയും മുരളീധരനും പറഞ്ഞത് കേട്ട് അപ്പോഴെങ്കിലും നിലപാടെടുത്തിരുന്നെങ്കിൽ ഇപ്പോൾ ഈ വലിയ ഡാമേജിൽ നിന്ന് ഇലക്ഷൻ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് വീടുകളിൽ കയറാൻ പറ്റാത്ത അവസ്ഥയിലാണ് സാധാരണ കോൺഗ്രസ്സുകാർ. അവിടെയുള്ള പെൺകുട്ടികൾ ചോദിക്കും, അമ്മമാര് ചോദിക്കും ആ മാങ്കൂട്ടം എന്ന്. അപ്പോൾ ഓടുകയാണ് ചെയ്യുന്നത്. ആ നിലയിൽ എത്തിച്ചത് കോൺഗ്രസിന്റെ നേതൃത്വം തന്നെയാണ്. അവരതിനെ അനുഭവിച്ചല്ലാതെ പോവില്ല എന്നുള്ളതാണ് എന്റെ സംഗതി.